2-3 ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കുർത്ത സെറ്റുകൾ നമുക്ക് നോക്കിയാലോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4-5 മാസമായിട്ട് ഞാൻ ഇതുപോലെ ലോങ് വീഡിയോയിൽ ഇരുന്നിട്ട് മീഷോ കുർത്താസിനെ പറ്റി വാചാലമായി സംസാരിച്ചിട്ട് നമ്മൾ ഷോർട്സിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സെഷൻ മിസ് ചെയ്യണില്ല. പക്ഷേ ഇതുപോലെ ഇരുന്നിട്ട് ഓരോ ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞ് അതിൻ്റെ നെക്ക് ലൈനിനെ പറ്റി പറഞ്ഞ് സ്ലീവ്സിനെയൊക്കെ പറ്റി പറഞ്ഞ് ഫിറ്റിങ്ങിനെയൊക്കെ പറ്റി പറഞ്ഞ് സംസാരിച്ചിട്ട് കുറേ നാളായി. ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോർ വീഡിയോസ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ പറയുന്നത് മുതൽ നമുക്ക് ഔട്ട്ഡോർ പോകണമെന്നുള്ളത് പറയട്ടോ. കാരണം ഈ ഒരു ഇൻഡോർ സെറ്റപ്പിലിരുന്ന് വീഡിയോ എടുത്ത് കുറേശ്ശെ ബോറിംഗ് ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് പയ്യെ ഔട്ട്ഡോർ കിടക്കാം. ഓൾസോ ഗൈസ് നമ്മൾ 7,36,000 സബ്സ്ക്രൈബേഴ്സിലെത്തി നിൽക്കുവാണ്. ഈ വർഷം നമുക്ക് 1 മില്യൺ അടിക്കണം. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമ്മുടെ മിഷൻ 1 മില്യൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമുക്ക് ഓരോ വീഡിയോസ് ഇടുമ്പോഴും നമുക്ക് നോക്കാം എത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ വെച്ച് കൂടി എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും ഇന്നത്തെ വീഡിയോ. സോ ഗൈസ് ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ടോട്ടൽ എൻ്റെ കയ്യിൽ ഇതേ ഇത്രയും കുർത്ത സെറ്റുകളാട്ടോ ഉള്ളത്. 1, 2, 3, 4, 4 സെറ്റ് ഉണ്ട് കേട്ടോ. സീരിയസ്ലി ഗൈസ് ഞാനില്ലേ മീഷോ വേഴ്സസ് മിന്ത്ര വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ഐറ്റം മേടിച്ചത്. മിന്ത്രയിലത്തെ ഒരു സാധനങ്ങളും ഡെലിവർ ആയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ഒരു മീഷോ നമുക്ക് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ നോക്കിയപ്പോഴും അതെ കേട്ടോ. മിന്ത്രയിലാണെങ്കിലും മീഷോയിലും ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ സാധനം ഡെലിവർ ആയില്ല. സങ്കടമായിപ്പോൾ ഇരിക്കും. പോട്ടെ, സാരില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ ഈ ഒരു ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലൂവിൻ്റെ അതിപ്രവാഹം കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആഷ് കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മീഷോന്ന് 512 രൂപയ്ക്ക് മേടിച്ചൊരു കുർത്ത സെറ്റാട്ടോ. ഇത് പാൻറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫുൾ സ്ലീവ് അല്ല 3/4 സ്ലീവ് വരണ ഒരു കുർത്തയുണ്ട്. ഓൾസോ ഇത് കണ്ടോ ഒരു ദുപ്പട്ടയുണ്ട്. ഞാനിത് എടുത്തു വെക്കാൻ കാര്യം വേറൊന്നും അല്ല കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഇത്രയും നല്ലൊരു അടിപൊളി പീസാണ് ഗൈസ്. എനിക്ക് കയ്യിൽ വന്നതില്ലേ ഒരു മെറൂൺ ഷോളാണ്. ഞാനൊരു വൈൻ ഷെയ്ഡുള്ള ഒരു ദുപ്പട്ടയുള്ള സെറ്റാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് കിട്ടിയത് മെറൂൺ ആണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ. കാരണം മെറ്റീരിയൽ ആണെങ്കിലും വലിയ ക്വാളിറ്റി ഇല്ല. ടോപ്പിൻ്റെ ലൈനിങ് വന്നിട്ടില്ലേ ഭയങ്കര കട്ടിയാണ്. അതുപോലെ ടോപ്പിൻ്റെ മെറ്റീരിയലിന് കട്ടിയില്ല. പിന്നെ നൂലൊക്കെ അവിടെ ഇവിടെയും പൊങ്ങി നിൽക്കണു. ഓൾസോ ഇത് കണ്ടോ ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ ഹിപ്പിൻ്റെ ഇവിടെ ഭയങ്കര ടൈറ്റും ഇവിടെ ഭയങ്കര ലൂസും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ് വന്നേക്കുന്നത്. പിന്നെ ഓൾസോ ഇല്ലേ നമ്മളുടെ ഈ ഒരു ദുപ്പട്ടയുടെ കാര്യം പറയുകയാണെങ്കിലും ഭയങ്കര തളർന്ന ഈവൻ ഒരു എംബ്രോയിഡറി ഒക്കെ ആണെങ്കിലും വലിയ ഒരു ഭംഗിയില്ലാത്തൊരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറി. ഓൾസോ എനിക്ക് എവിടെയൊക്കെയോ പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ ഈ ജോയിൻ്റ് ഇല്ലേ അവിടെ വന്നിട്ട് കയറിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൻറ്റിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെയായിട്ട് ഇരിക്കണേ. ഇൻസൈഡ് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ ഷേപ്പ് ഇരിക്കണം. അതെനിക്ക് ഭയങ്കര ഒരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല പോക്കറ്റ് ഉണ്ട് പ്ലീസ് കണ്ടോ, പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഫുൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഗ്രേയും വൈൻ ഷെയ്ഡും ആണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയത് ഗ്രേയും മെറൂണുമാണ്. പിന്നെ മീഷോ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ മായാജാലങ്ങളൊക്കെ സംഭവിക്കാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ്. പിന്നെ 512 രൂപയ്ക്ക് ഇത്രയും മീറ്റർ തുണി കിട്ടിയത് തന്നെ ഭയങ്കര വലിയ കാര്യം ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റീനെ പറ്റി നമുക്ക് വലിയ ഇങ്ങനെ പറയാനായിട്ടില്ല. എനിക്കങ്ങോട്ട് മൊത്തത്തിലൊരു തൃപ്തി ആയില്ല കേട്ടോ ഈ ഒരു കുർത്ത സെറ്റ്. പിന്നെ എനിക്ക് തോന്നണം അത്യാവശ്യം വീട്ടിലൊക്കെ ഇടാനാണെങ്കിൽ നിങ്ങൾക്കത് ഓക്കെയാന്ന് തോന്നണം. പക്ഷെ പുറത്തേക്ക് ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കുർത്ത സെറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങത്തില്ല. എനിക്ക് ഫിറ്റിങ് മസ്റ്റാണ് കേട്ടോ. എന്ത് സാധനം എടുത്താലും പിന്നെ ഒരു ടോപ്പ് എടുത്താൽ കൂടി എനിക്ക് അതിൻ്റെ ഫിറ്റിങ് നല്ലതായിരിക്കണം. അതുകൊണ്ട് മാക്സിമം ഒരു മാക്സ് ട്രെൻഡ്സ് എങ്കിലും വരെ ഞാൻ പർച്ചേസ് ചെയ്യുള്ളൂ. പക്ഷെ മീഷോയില കുറേയേറെ നമ്മൾ തപ്പിയ നല്ല സാധനം കിട്ടും. ഇതിപ്പോൾ ഞാൻ തപ്പി എടുത്തതാണെങ്കിലും നല്ല രീതിക്ക് ഫ്ലോപ്പായി ഗൈസ്. 844 രൂപയുടെ കുർത്തയാണ് ഗൈസ് നമ്മൾ ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് കുർത്ത. പിന്നെ നമ്മൾ റെഫറൻസ് പിക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ് അല്ല, ലൂസ് ഫിറ്റ് അല്ല, അങ്ങനത്തെ 2-3 കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ഡീസൻറ്റ് കുർത്തയാണ്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഓഫീസിലേക്കൊക്കെ ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൂടെ ചുമ്മാ റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പീസ് തന്നെയാണ്. മെറ്റീരിയൽ വലിയ തിരക്കേടില്ല, ഞാൻ കഴുകി നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കളർ പോയില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ കട്ടിങ് ഒക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വെറൈറ്റി ഉണ്ട്. സൈഡ് കട്ടിങ് ആണെങ്കിലും ഒക്കെ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവൻ പലാസോ ആണെങ്കിലും ഒക്കെ ഡീസൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മറ്റേതിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആട്ടോ. പിന്നെ ഇത് എനിക്കിഷ്ടമില്ലാത്ത ഇങ്ങനത്തെ ഈ റെഡിമെയ്ഡ്സ് കുർത്തയാണ്. ഇവൻ മിന്ത്രേന്നാണെങ്കിലും മീഷോന്നാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലേ ഭയങ്കര കയറിയിട്ടുള്ള നെക്കായിരിക്കും. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ തന്നെ പിടിച്ചു വെച്ചേക്കണ പോലെ തോന്നും കേട്ടോ ആരും ഇവിടം കൊണ്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഫ്രീ ആയിട്ടുള്ള നെക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണെങ്കിലും കണ്ടോ ഓപ്പണബിൾ ആയിട്ടുള്ള കുർത്ത എന്നുള്ള രീതിയിലാണ് നമ്മുടെ പിക്ചറിൽ കാണിച്ചേക്കണം. പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊക്കെ ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള ബട്ടൺസ് ആണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചേക്കണം ഈ വുഡൻ ബട്ടൺ. പിന്നെ ഈ ഒരു
മെറ്റീരിയൽ ആണെങ്കിലും അതെ ഭയങ്കര കട്ടിയില്ല, ഏകദേശം ഒരു കോട്ടൺ ഫീലൊക്കെ വരുന്ന കോട്ടൺ തന്നെയാണ് ആ ഒരു മെറ്റീരിയലാണ്. നമ്മുടെ ഫോട്ടോയിൽ ഇത് ഫുൾ സ്ലീവ് ആയിരുന്നു കേട്ടോ, ഫുൾ സ്ലീവും ലൂസായിട്ടുള്ള ഷർട്ട് ഡ്രസ്സ് പോലത്തെ ടൈപ്പ് ഓഫ് സംഭവമായിരുന്നു. പക്ഷേ ഇത് അടിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം കുർത്തയും പാൻസും എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇവൻ പൊക്കത്തേക്കാണെങ്കിൽ നല്ല ഡോട്ട് ആയിട്ടുള്ള ഒരു ഇൻഡിഗോ ഷെയ്ഡാണെങ്കിൽ താഴത്ത് വന്നിട്ട് ഒരു ലീഫ് പ്രിൻറ്റ്, ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ഒരു ലീഫ് പ്രിൻ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. ലെങ്ത് ഒക്കെ ആണെങ്കിലും പാൻസിൻ്റെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ ഇതില്ലേ വേസ്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ട്, അതെനിക്ക് എൻ്റെ ബോഡി ഷേപ്പിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. വേസ്റ്റിൻ്റെ ഇവിടെ കുറച്ച് ടൈറ്റാണ്, പക്ഷേ ടോപ്പിന്, അതായത് ഈ ടോപ്പിന് ഒരു പിടുത്തോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, കുറച്ചൊരു ലൂസ് ഫിറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഫോട്ടോയിൽ കാണിച്ചേക്കണ ആ ഒരു പാറ്റേണേ അല്ല, ഒരു പാറ്റേണേ മാറ്റിയായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കണം. പക്ഷേ കുഴപ്പമില്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് എവറിഡേ യൂസ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകാനൊക്കെ ആയിട്ട് ഒരു കൊള്ളാവുന്ന ഒരു പീസ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സിൽവർ ജ്വല്ലറിയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡൻ ചെയിനൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടൊക്കെ മിനിമലായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ ഒരു കുർത്ത സെറ്റ്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കുർത്ത സെറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ. വേറൊന്നുമല്ല, 700 സംതിങ് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണത് മീഷോന്ന്. ആ ഒരു റേറ്റിന് കുഴപ്പമില്ലാത്ത ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ഫിറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു ഓക്കെ കുർത്ത എനിക്ക് കിട്ടി. ഭയങ്കര സൂപ്പർ ഫിറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിറ്റിംഗ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലെയർ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 4 ലെയർ ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലെയർ വന്നേക്കുന്നത്. ഓൾസോ നല്ലൊരു നീളമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ദുപ്പട്ടയുണ്ട് ഇതിന്. ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൻ്റെ കൂടെ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ്, വൈറ്റും ബ്ലാക്കും എല്ലാം കൂടിയ പ്രിൻസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. യോക്ക് പോർഷനൊക്കെ ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോഷേ ലേസിൻ്റെ വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് യോക്ക് പോർഷനാണ് ഇതിന് വന്നിട്ടുള്ളത്. അതും ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ ഇതുണ്ടോ, ഒരു ഇങ്ങനത്തെ യോക്ക് സെപ്പറേഷനൊക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഈവൻ താഴത്താണെങ്കിലും ബോർഡറിന് വന്നിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു കുർത്തയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയെന്ന് പറയണതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ഇതിനോട് ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കളർ മെജോറിറ്റി വന്നിട്ട് അതിൽ വന്നിട്ട് ഈ ഒരു ഡാർക്ക് മെറൂണിൻ്റെ വർക്കൊക്കെ ആയിട്ട്, വർക്ക് എന്ന് വെച്ചാൽ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള ഒരു നല്ലൊരു ദുപ്പട്ട. ഇവൻ ഇതിനും നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ബോർഡർ പോർഷനിലെ സെയിം വർക്ക് ഇതിലും പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാൻസ് നല്ല സുഖമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാണ്. അതും വന്നിട്ട് നല്ല രസമുള്ള, നമ്മളെപ്പോഴും കണ്ടേക്കണ ഒരു ലോട്ടസിൻ്റെ ഡിസൈനില്ലേ, ആ ഡിസൈനിൽ വന്നിട്ടുള്ള പാൻസും ആണ്. ഓവറോൾ ഒരു പ്രിന്റഡ് മഹാമഹമുണ്ട് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒരു ബുംന്നും പറഞ്ഞ് നിൽക്കണ ഒരു കുർത്തയാവാൻ സാധ്യതയുണ്ട്. ടൂ മച്ച് പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം, കാരണം ഓവർ പ്രിന്റ് ആണ് കേട്ടോ. ഇവിടെ അതെ, കൈക്കും അതെ. നമ്മൾ ഈ ഇതിൻ്റെ മീഷോയുടെ അതിൽ പിക്ചർ ഇട്ടേക്കണത് ഫുൾ സ്ലീവ് ആണ് മിക്കതും അതെ കേട്ടോ. വരാൻ നേരത്ത് ഇവർ മാക്സിമം തുണി കുറയ്ക്കാനുള്ള പരിപാടിക്കാണ് ഇത്രയും സ്ലീവിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണത്. ചെറിയൊരു പോർഷൻ ഫുൾ സ്ലീവ് വരുന്ന കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നേനെ. ഓൾസോ ഇത് വന്നിട്ട് ഒരു 3/4 ലെങ്ത്തിലാണ് ഇതിൻ്റെ ടോപ്പ് കിടക്കണത്. ഒരു ഇത്രയും പോർഷൻ മാത്രമേ കേട്ടോ നമ്മുടെ ബോട്ടം കാണത്തുള്ളൂ. അതും ഈ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫി ആയിട്ടുള്ള മെറ്റീരിയൽ, ചൂടത്തൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ വീട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ അടിപൊളിയാണ്. ഒന്ന് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണോ, ഒരു അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര നല്ല കുർത്തയാണത്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു കുർത്ത. ടു കാഷ്വൽ ആയിട്ടുള്ള കുർത്ത, ടൂ മച്ച് പ്രിൻ്റോട് കൂടിയിട്ടുള്ള കുർത്ത, അങ്ങനെ കുർത്ത ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇടാൻ നല്ല സുഖമായിട്ട് ഈ കുർത്ത. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് കുർത്ത. നല്ല കൊബാൽ ബ്ലൂ ഷെയ്ഡുള്ള കുർത്തയാണ്. ഇതിൻ്റെ പാൻസ് അടിപൊളി ആയതുകൊണ്ട് എനിക്ക് ഈ കുർത്ത തരക്കേടില്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതൊക്കെ ലൂസാണ് ഗൈസ്, ഭയങ്കര ലൂസാണ്. അതുകൊണ്ട് എനിക്കിത് മനസ്സിലാവാത്ത. കഴിഞ്ഞതൊക്കെ മീഡിയം മേടിച്ചപ്പോൾ ടൈറ്റ് ആണെങ്കിൽ ഇത് ഭയങ്കര ലൂസാണ്. പിന്നെ ഫുൾ സ്ലീവ് കിട്ടി നമുക്ക് ആദ്യമായിട്ട്, കണ്ടോ, ഫുൾ സ്ലീവ് ഗൈസ്, ഫുൾ സ്ലീവ്. പിന്നെ ഇതിൻ്റെ ഒരു സേജ് ഗ്രീൻ ടൈപ്പ് ഓഫ് കളർ ഉണ്ട് കേട്ടോ, അത് കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ അതെല്ലാവരും മേടിക്കണമല്ലെന്നും കരുതിയാണ് ഞാൻ ഈ ബ്ലൂ മേടിച്ചത്. ഇത് കണ്ടോ, കുഞ്ഞ് എംബ്രോയിഡറി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആട്ടോ, അല്ലാണ്ട് വെറുതെ പ്രിൻ്റ് അല്ല, നല്ല എംബ്രോയിഡറി ഉണ്ട്. അത് ഇവിടെ ഉണ്ട്, ബാക്ക് പോർഷനിലും ഉണ്ട്, കണ്ടോ. അതുകൊണ്ട് രസമുണ്ട് കാണാനായിട്ട് ഈ കുർത്ത. പിന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ ഓക്കെ അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കരം എന്ന് പറയാനായിട്ടില്ല. നമുക്ക് ഇത്രയും കുർത്ത കാണിച്ചതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുർത്ത എനിക്ക് ഇതും ആ പ്രിൻ്റഡ് ആയിട്ടുള്ള കുർത്തയാണെന്നാണ് തോന്നിയത്. ഭയങ്കര എന്താ പറയുക, 441 രൂപയ്ക്കൊക്കെ ഇതൊക്കെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പ്രിൻറ്റും അതുപോലെ തന്നെ ഈ ബ്ലൂ ആൻഡ് ബ്ലൂ കോമ്പിനേഷനും ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
കൊള്ളാം, നല്ല കംഫി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൂടിയൊക്കെ സമ്മർ ടൈമിലൊക്കെ ഇടാനില്ലേ, കിടിലം കുർത്തയായിട്ടത്. കുർത്ത സെറ്റാണിത്. പാൻറ് ആണെങ്കിലും അതേ, ടോപ്പാണെങ്കിലും അതേ സെയിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ സ്ലീവിൽ വരെ ഈ ഒരു എംബ്രോയിഡറി കാര്യങ്ങൾ വരണ്ട കേട്ടോ. വൈറ്റ് നല്ല കുഞ്ഞു മോട്ടിഫ് ആയിട്ടുള്ള ഇത് സേജ് ഗ്രീനിലേക്ക് വരാൻ നേരത്ത് കുറച്ചും കൂടി ഭംഗിയാണ്. ഈ ഒരു ബ്ലൂനെക്കാളും രസമാണ് കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് തൽക്കാലമൊക്കെ ചുമ്മാ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാനും ഈവനിങ് ഒരു വാക്കിനൊക്കെ പോകാനൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് ഇടാനൊക്കെ ആയിട്ട് ഓക്കെ കുർത്തയായിട്ട്. അല്ലാണ്ട് ഇതൊരു ഫംഗ്ഷനൊന്നും പോകാൻ വേണ്ടി ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അത്രയും കിടിലം ഫിറ്റൊന്നും അല്ലേ ഈ കുർത്തത്. കണ്ടോ, അവിടെ ലൂസ്, ഇവിടെ ടൈറ്റ്, അങ്ങനെയൊക്കെയാണ് ഈ കുർത്തയുടെ ഫിറ്റിങ് വരണം. പിന്നെ ചില ഫിനിഷിംഗ് ഒക്കെ ആണെങ്കിലും ഇല്ലേ, നമ്മൾ ത്രെഡ് ഫിനിഷ് ചെയ്തേക്കണതും അത്ര വാവൊന്നും പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും കണ്ടോ, ഈവൻ എംബ്രോയിഡറി ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നൂല് പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. ഒരു കുർത്ത എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കുർത്ത, പക്ഷേ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്തൊരു കുർത്ത. ഗൈസ്, മൊത്തത്തിൽ എനിക്കില്ലേ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നെന്ന് വെച്ചാൽ നോ, വേറെ ഒന്നുമല്ല, എനിക്കിതിൻ്റെ ഫിറ്റിങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ മീഷോന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് സെലക്ട് ചെയ്തെടുത്താൽ മാത്രമേ എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടണുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ ആയിട്ടുള്ള കുറേ ഐറ്റംസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ കൂടെ ഒക്കെ ഇടാനായിട്ടൊക്കെ ഓക്കെ ആട്ടെ, ഈ ഒരു റേറ്റിനൊക്കെ 400, 300, 200 ഒക്കെ വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കണം. പക്ഷേ ഇതൊന്നും ഒരു ഫംഗ്ഷന് പോയിട്ട് നമുക്കൊരു യുണീക്കായിട്ടുള്ള സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ പീസുകളല്ല. പക്ഷേ അഫോർഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ പേർക്കും ഇത് മേടിക്കാനായിട്ട് പറ്റുന്നുള്ള ഒരു ഭയങ്കര നല്ല ഫാക്ടർ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കുർത്തയൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ കൂടിയൊക്കെ സുഖമായിട്ടൊക്കെ ഇട്ടു നടക്കാം. അങ്ങനത്തെയൊക്കെ ഒരു ഫിറ്റിങ്ങേ ഉള്ളൂ ഇപ്പോൾ മീഷോയ്ക്ക്. നേരത്തെ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിപ്പോൾ എന്തോരം ഇട്ടിട്ടില്ലേ, അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവണില്ല ഗൈസ്. അതുകൊണ്ടിട്ട് ആ ഒരു പോരായ്മ ഉണ്ട് എല്ലാ കുർത്തയ്ക്കും. ഈവൻ ഞാൻ ആദ്യമൊക്കെ ഇട്ട കുർത്ത എനിക്കില്ലേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ കുഴപ്പം തോന്നിയില്ല. ലാസ്റ്റ് ആയപ്പോൾ ഇതൊക്കെ ഇത്തിരി സുഖമുണ്ട് ഇടാനായിട്ട്. അവിടെ ഇവിടെ ഒന്നും പിടുത്തില്ലാണ്ടൊരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇനി മീഷോ കുർത്ത സെറ്റൊക്കെ മേടിക്കാൻ നേരത്ത് നിങ്ങൾ റിവ്യൂസ് നോക്കി സാധനങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം മേടിക്കുക, അല്ലെങ്കിൽ അടിപൊളിയായിരിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറയാം. ഓൾസോ മറക്കണ്ട, മിഷൻ 1 മില്യൺ, നമുക്ക് 1 മില്യൺ അടിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.